എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് +1 ഹിസ്റ്ററിയിലെ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എഴുത്തുവിദ്യയും നഗരജീവിതവും എന്ന പാഠഭാഗമാണ്. ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാം പാർട്ടാണ്. അപ്പം ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് കഴിഞ്ഞ് ചെയ്യാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞ് ചെയ്യാം. അപ്പം നമുക്ക് ഇനി പറയാനുള്ളത്, നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത് മെസോപ്പൊട്ടേമിയയെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും അവരുടെ എഴുത്തുവിദ്യയും അവരുടെ നഗരജീവിതത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറ്റി പറഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് ദക്ഷിണ മെസോപ്പൊട്ടേമിയയെ പറ്റിയാണ്, സൗത്തേൺ മെസോപ്പൊട്ടേമിയയെ പറ്റിയാണ്. അവിടുത്തെ നഗരവൽക്കരണം, അർബനൈസേഷനെയും പിന്നെ അവിടെയുള്ള ക്ഷേത്രങ്ങളെ പറ്റിയും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം BC 5000 മുതൽ ദക്ഷിണ മെസോപ്പൊട്ടേമിയയിൽ അധിവാസ കേന്ദ്രങ്ങൾ വികാസം പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിലെ ചില അധിവാസ കേന്ദ്രങ്ങളിൽ നിന്നാണ് ആദ്യത്തെ നഗരങ്ങൾ ഉയർന്നു വന്നത്. പ്രധാനമായിട്ടും മെസോപ്പൊട്ടേമിയയിൽ 3 തരത്തിലുള്ള നഗരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം BC 5000 മുതലാണ് ദക്ഷിണ മെസോപ്പൊട്ടേമിയയിൽ, സൗത്തേൺ മെസോപ്പൊട്ടേമിയയിൽ അധിവാസ കേന്ദ്രങ്ങൾ വികാസം പ്രാപിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടാൻ തുടങ്ങിയത്. അധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അധിവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? താമസിക്കുക. അപ്പം അങ്ങനെ താമസിക്കുന്ന പ്രദേശങ്ങൾ ഉയർന്നു വന്നത് BC 5000 മുതലാണ്. അപ്പം മെസോപ്പൊട്ടേമിയയിൽ പ്രധാനമായും 3 തരത്തിലുള്ള നഗരങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് ചുറ്റും വളർന്നു വന്ന നഗരങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങളായി വികാസം പ്രാപിച്ച നഗരങ്ങൾ, രാജകീയ നഗരങ്ങൾ. ഏതൊക്കെയാണ് മെസോപ്പൊട്ടേമിയയിൽ നിലനിന്നിരുന്ന 3 തരത്തിലുള്ള നഗരങ്ങൾ? ക്ഷേത്രങ്ങൾക്ക് ചുറ്റും വളർന്നു വന്ന നഗരങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങളായി വികാസം പ്രാപിച്ച നഗരങ്ങൾ, രാജകീയ നഗരങ്ങൾ. ഓക്കെ, അപ്പം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തുനിന്ന്. മെസോപ്പൊട്ടേമിയയിൽ നിലനിന്നിരുന്ന 3 തരത്തിലുള്ള നഗരങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെയാണ് 3 തരത്തിലുള്ള നഗരങ്ങൾ? ക്ഷേത്രങ്ങൾക്ക് ചുറ്റും വളർന്ന നഗരങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങളായി വികാസം പ്രാപിച്ച നഗരങ്ങൾ, ഒപ്പം രാജകീയ നഗരങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെസോപ്പൊട്ടേമിയയിലെ ക്ഷേത്രങ്ങളെ പറ്റിയാണ്. മെസോപ്പൊട്ടേമിയയിലെ ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല. ധാരാളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്ഷേത്രങ്ങളിൽ നടന്നിരുന്നു. അതിപ്പം നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നടക്കാറുണ്ട് അല്ലേ. സൈദ്ധാന്തികമായി കാർഷിക വയലുകൾ, മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ, പ്രാദേശിക സമൂഹങ്ങളുടെ കാലിപ്പറ്റങ്ങൾ എന്നിവയുടെ ഉടമ ദൈവമായിരുന്നു. സൈദ്ധാന്തികമായി, അതായത് പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളുടെയും ഉടമ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭരണം ആരിലായിരുന്നു? ദൈവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പല ഉൽപ്പന്നങ്ങളുടെയും സംസ്കരണം, ഉദാഹരണത്തിന് എണ്ണയാട്ടൽ, ധാന്യം പൊടിക്കൽ, രോമവസ്ത്രങ്ങളുടെ നൂൽപ്പും നെയ്ത്തും എവിടെയായിരുന്നു നടന്നിരുന്നത്? ക്ഷേത്രങ്ങളിലായിരുന്നു പല ഉൽപ്പന്നങ്ങളുടെയും സംസ്കരണം നടന്നിരുന്നത്. ക്ഷേത്രങ്ങൾ ഉൽപ്പാദനം സംഘടിപ്പിച്ചു, വ്യാപാരികൾക്ക് തൊഴിലേകി, ധാന്യം, ഉഴവ് മൃഗങ്ങൾ, റൊട്ടി, ബിയർ, മദ്യം, മത്സ്യം തുടങ്ങിയവയുടെ വിതരണത്തിൻ്റെയും അലോട്ട്മെൻറ്റിൻ്റെയും ലിഖിതരേഖകൾ സൂക്ഷിച്ചു. അങ്ങനെ ക്ഷേത്രം ക്രമേണ അതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും ഒരു പ്രധാന നഗര സ്ഥാപനമായി മാറുകയും ചെയ്തു. ക്ഷേത്രങ്ങൾ ആരാധനാലയം മാത്രമായിരുന്നില്ല, അവിടെ ധാരാളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടന്നു, പല ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം നടന്നു, ധാരാളം ആൾക്കാർക്ക് തൊഴിലേകാൻ സാധിച്ചു. പല സാധനങ്ങളുടെ വിതരണം, ഉൽപ്പാദനം, സംസ്കരണം അവയൊക്കെ ക്ഷേത്രങ്ങൾ വെച്ച് നടന്നു. അങ്ങനെ ക്ഷേത്രം ഒരു വലിയ സാമൂഹിക നഗര സ്ഥാപനമായി മാറി. അതാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കേണ്ടതാണ് ഒരു ഇടയ മേഖലയിലെ വ്യാപാര നഗരം, എ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്റ്ററൽ സോൺ. ഇവിടെ പറയുന്നത് മെസോപ്പൊട്ടേമിയയിലെ രാജകീയ തലസ്ഥാന നഗരമായ മാരിയെ പറ്റിയാണ്. മാരി എന്ന നഗരത്തെ പറ്റി നമുക്ക് കേൾവിയുണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. മെസോപ്പൊട്ടേമിയയിലെ രാജകീയ തലസ്ഥാന നഗരമാണിത് മാരി എന്ന് പറയുന്നത്. അതായത് മെസോപ്പൊട്ടേമിയയിലെ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് മാരി. BC 2000 ശേഷം വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും മാരി പ്രാപിച്ചു. അതായത് BC 2000 ശേഷം മാരി സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമായി മാറി. യൂഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്തായാണ് മാരി സ്ഥിതി ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞു മെസോപ്പൊട്ടേമിയയിലെ 2 തരം നദികളായിരുന്നു, യൂഫ്രട്ടീസും ടൈഗ്രീസും. ഈ യൂഫ്രട്ടീസ് നദിയുടെ സമീപ ഭാഗത്തായിട്ടായിരുന്നു നമ്മുടെ ഈ മാരി എന്ന് പറയുന്ന സ്ഥലം നിലനിന്നിരുന്നത്. കൃഷിയും മൃഗപരിപാലനവുമായിരുന്നു മാരിയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ. കൃഷിയും മൃഗപരിപാലനവും. മാരിയിലെ ചില സമുദായങ്ങളിൽ കൃഷിക്കാരും ഇടയന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗം ആടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. മാരിയിലെ പ്രധാനപ്പെട്ട 2 സാമൂഹിക വിഭാഗമാണ് ഇടയന്മാരും കർഷകരും. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗം ആടുകളെയും
ഈ പ്രദേശം മെയിനായിട്ടും എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ആടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കുന്നതിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇടയന്മാരും കർഷകരും തമ്മിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. മാരിയിലെ ഇടയന്മാരും കർഷകരും എന്ത് ചെയ്തിരുന്നു? സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. ധാന്യം, ലോഹനിർമ്മിതമായ പണിയായുധങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരമായി ഇടയന്മാർ മൃഗക്കുട്ടികൾ, പാൽക്കട്ടി, തുകൽ മാംസം, ആലകളിലെ വളം എന്നിവ കർഷകരുമായി കൈമാറി. അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? കർഷകരും ഇടയന്മാരും പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. എന്നിരുന്നാലും എന്തുണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇടയന്മാരും കർഷകരും തമ്മിൽ എന്തുണ്ടായിരുന്നു? സംഘർഷമുണ്ടായിരുന്നു. സംഘർഷം എന്ത് കാരണമായിരുന്നു? വിത കഴിഞ്ഞ വയലുകളിലൂടെ, അതായത് വയലിലൂടെ വിള നശിപ്പിച്ചുകൊണ്ട്, വയലിലെ നെല്ലുകളും മറ്റുള്ള കൃഷികളുമൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇടയന്മാരുടെ ആടുകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ കർഷകർ എന്തുണ്ടാക്കാറുണ്ടായിരുന്നു? കർഷകരും അവരും തമ്മിൽ വഴക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാരിയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാരായിരുന്നു? അമോറൈറ്റുകളായിരുന്നു. അവരെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. അവർ പുൽമേടിഞ്ഞ ദേവനായ ഡേഗന് വേണ്ടി മാരിയിൽ ഒരു ക്ഷേത്രം പണിയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം മാരിയിലെ രാജാക്കന്മാരാരായിരുന്നു? അമോറൈറ്റുകളായിരുന്നു. അവർ പുൽമേടിഞ്ഞ ദേവനായ ഡേഗന് വേണ്ടി ക്ഷേത്രം പണിയുകയും ചെയ്തു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വൺ വേർഡായിട്ട് ചോദിക്കും. ദക്ഷിണ ഭാഗത്തിനും ധാതുദ്രവ്യങ്ങളാൽ സമ്പന്നമായ തുർക്കി, സിറിയ, ലെബനോൺ എന്നിവയ്ക്കും മധ്യ യൂഫ്രട്ടീസിൻ്റെ തീരത്താണ് മാരി സ്ഥിതി ചെയ്യുന്നിരുന്നത്. മാരി സൈനികമായി ശക്തമായിരുന്ന ഒരു പ്രദേശമായിരുന്നില്ല. പക്ഷേ ആ രാജ്യം എന്തായിരുന്നു? അസാധാരണ ഐശ്വര്യ സമൃദ്ധമായിരുന്നു. ധാരാളം ഐശ്വര്യ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു മാരി എന്ന് പറയുന്നത്. അപ്പോൾ മാരിയെപ്പറ്റി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. മാരി രാജകീയ തലസ്ഥാന നഗരമാണ് മെസോപ്പൊട്ടേമിയയിൽ. അവിടുത്തെ രാജാക്കന്മാർ അമോറൈറ്റുകളാണ്. അവർ ഡേഗൻ എന്ന പുൽമേടിഞ്ഞ ദേവന് വേണ്ടി എന്ത് ചെയ്തു? ക്ഷേത്രം പണിതു. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. മാരി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ഇനി ഈ പാഠത്തിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന അടുത്ത ഭാഗമാണ് ദ ലെഗസി ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ ശേഷിപ്പ്. മെസോപ്പൊട്ടേമിയക്കാർ ശാസ്ത്രരംഗത്ത് ധാരാളം സംഭാവനകൾ നൽകി. ശാസ്ത്രരംഗത്തുള്ള അവരുടെ സംഭാവന അവരുടെ എഴുത്തുവിദ്യയുടെ അല്ലെങ്കിൽ ക്യൂണിഫോമിൻ്റെ നേട്ടമാണ് അല്ലേ? അപ്പം എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക, മെസോപ്പൊട്ടേമിയക്കാർ ഗണിതശാസ്ത്ര രംഗത്തും കാലഗണന രംഗത്തും നൽകിയ സംഭാവനകളെ വിശദമാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, മെസോപ്പൊട്ടേമിയക്കാർ ഗണിതശാസ്ത്രത്തിലും കാലഗണനയിലും നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗണിതശാസ്ത്രം, കലണ്ടർ നിർമ്മാണം എന്നിവയിൽ മെസോപ്പൊട്ടേമിയക്കാർ മികവുറ്റ സംഭാവനകൾ നൽകി. ഗണിതശാസ്ത്രത്തിൽ ഗുണനം, ഹരണം, ക്ഷേത്രഫലം, വർഗ്ഗമൂലം എന്നിവ അവർ കണ്ടുപിടിച്ചു. അതായത് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ മെസോപ്പൊട്ടേമിയക്കാരാണ്. അതോടൊപ്പം ക്ഷേത്രഫലവും വർഗ്ഗമൂലം, അതായത് സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ ആരാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ മെസോപ്പൊട്ടേമിയക്കാരാണ് കണ്ടുപിടിച്ചതെന്നല്ല, അവർ ആ മേഖലകളിൽ ധാരാളം പ്രാവീണ്യം നൽകുകയും അവർ അതിനെ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനും അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മെസോപ്പൊട്ടേമിയക്കാരുടെ ഗണിതശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണം അനുസരിച്ച് ഒരു വർഷത്തെ അവർ 12 മാസങ്ങളായും, ഒരു മാസത്തെ 4 ആഴ്ചകളായും, ഒരു ദിവസത്തെ 24 മണിക്കൂറായും, ഒരു മണിക്കൂറിന് 60 നിമിഷങ്ങളായും തിരിക്കുന്ന രീതി കണ്ടുപിടിച്ചത് ആരാണ്? മെസോപ്പൊട്ടേമിയക്കാരാണ്. അതായത് ഇപ്പോഴത്തെ നമ്മൾ ഈ കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കണക്കാക്കൽ രീതി കണ്ടുപിടിച്ചത് ആരാണ്? മെസോപ്പൊട്ടേമിയക്കാരാണ്. പിന്നെ അവർ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിവയെ നിരീക്ഷിക്കുകയും നിഗമനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പം മെസോപ്പൊട്ടേമിയക്കാർ ഗണിതശാസ്ത്ര രംഗത്തും കാലഗണന രംഗത്തും സംഭാവനകൾ നൽകി. ഗണിതശാസ്ത്ര രംഗത്ത് അവർ ഗുണനം, ഹരണം, ക്ഷേത്രഫലം, വർഗ്ഗമൂലം എന്നിവ കണ്ടുപിടിച്ചു. പിന്നെ കാലഗണന രംഗത്ത് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണം അനുസരിച്ച് ഒരു വർഷത്തെ അവർ 12 മാസങ്ങളാക്കുകയും, ഒരു മാസത്തെ 4 ആഴ്ചകളാക്കുകയും, ഒരു ദിവസത്തെ 24 മണിക്കൂറാക്കുകയും, ഒരു മണിക്കൂറിന് 60 നിമിഷങ്ങളാക്കുകയും ചെയ്യുന്ന രീതി കണ്ടുപിടിച്ചത് മെസോപ്പൊട്ടേമിയക്കാരാണ്. ഈ രീതിയെ ലോകമെമ്പാടും സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിരീക്ഷിക്കുകയും നിഗമനങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാഠത്തിൽ നിന്നും ഇത്ര കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. നമുക്ക് മെയിനായിട്ട് ഷുവറായിട്ടും ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഈ പാഠത്തിൽ നിന്നും അടുത്തൊരു പാഠമായിട്ട് കാണാം.